എന്റെ ഫോക്കസ് വെച്ചോണ്ട് എന്റെ ഇതിലേക്ക് തിരിഞ്ഞു വരുവാ. പിന്നെ എന്തൊക്കെയുണ്ട് ഏട്ടാ? എങ്ങനെയുണ്ട് ഡ്രൈവിങ്? ഡ്രൈവ് ചെയ്ത് പഠിക്കോ? ഞാൻ എടുക്കണോ? ഓക്കെ, എന്നെ ഫോക്കസ് ചെയ്തോണ്ടാണ് പാട്ടിവിടെ ഇട്ടുകൊണ്ട് മിക്കവാറും യൂട്യൂബിലേക്ക് അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് കാഴ്ചകൾ കാണിച്ചിട്ട് പിന്നെ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയിരിക്കും. പറയൂ, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? സിഡ്നി കയറി വിശന്ന് വലിഞ്ഞ് ഇരിക്കുകയാണ്. ഒരു ഫുഡ് സ്പോട്ട് കണ്ടായിരുന്നു, അത് മിസ്സായിപ്പോയി, കയറാൻ പറ്റിയില്ല. അപ്പം നമ്മൾ അടുത്ത ഫുഡ് സ്പോട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടിട്ടില്ല. പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് ബോറടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഒരാൾ ടാബ്ലറ്റിലാണ്, ഒരാൾക്കാണെങ്കിൽ വിശന്ന് തളർന്ന് മുഖമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അയ്യോ വിശന്നോ കുട്ടി? ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? ആൻസർ ഇല്ല. ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? ആർ യു ഹംഗ്രി? ഇംഗ്ലീഷ് പറഞ്ഞിരിക്കും, മനസ്സിലായി. എല്ലാവർക്കും വിശക്കുന്നുണ്ട്. നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ അടുത്തെങ്ങാനും കാണുമോ എന്തോ? നെക്സ്റ്റ് എക്സിറ്റ് ഇത് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒക്കെ കാണുന്നുണ്ട്. അതൊന്നും കാണുന്നില്ലല്ലോ. ഇനിയാണ് നമുക്ക് 4-4.5 മണിക്കൂറും കൂടെ കേട്ടോ. 4.5 മണിക്കൂർ കൂടെ നമുക്കുണ്ട്. നമ്മളെവിടെ എത്തിയല്ല? ഫുഡ് കഴിക്കാൻ പോവാന്ന് പറ. ഫുഡ് കഴിക്കാൻ പോവാന്ന് പറ. ഞങ്ങളപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അവിടെ ഇറങ്ങി പോവാണേ. അപ്പോൾ ബാക്കി കാണാം. ഓക്കേ.
അപ്പം നമ്മൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു, മാഗ്ഡി കഴിച്ചു, മാഗ്ഡി കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നു. ഇനി ഇവിടുന്ന് ഒരു 4 hours 4+4 4.5 hours ജേർണിയും കൂടെ കാണുമായിരിക്കും. അപ്പം നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ഫുഡ് ഇന്നെങ്ങോണ്ടും തപ്പലും. Let's take M1. അപ്പം നമ്മൾ ദാണ്ടേ നമ്മുടെ ആൻഡ്രോ ചേട്ടൻ്റെയും റാണി ചേച്ചിയുടെയും വീട്ടിലേക്ക് എത്തി കേട്ടോ. നൈറ്റായി കേട്ടോ ഞങ്ങൾ എത്തിയപ്പം, ഡിലേ ആയി പോയായിരുന്നു. എനിവേ എല്ലാവരും ഉറങ്ങാതെ കാത്തിരിക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളെ വെൽക്കം ചെയ്തു. കുറേ കാലങ്ങൾക്ക് ശേഷം കേട്ടോ, കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു 1 year ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ ഞങ്ങളിതേ അവരുടെ വീട്ടിലേക്ക് എത്തി. ചേച്ചിയാണെങ്കിൽ വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു കേട്ടോ ഒരുക്കിയത്. നോൺ വെജ് സദ്യ എന്ന് പറയാം. ചിക്കന്, ഫിഷ്, പോർക്ക്, ബീഫ് എന്ന് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂട്ടി ഞങ്ങൾ ഡിന്നർ ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ കുറേ കഥകളൊക്കെ പറഞ്ഞ് അന്നത്തെ നൈറ്റ് ഇരുന്നു. ആൻഡ്രോ ചേട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആൻഡ്രോ ചേട്ടൻ ഒരു 10:30 ആയപ്പോഴത്തേനും ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അങ്ങനെ തീർത്തു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗ് എഴുന്നേറ്റു. നല്ല ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. കുറേ നേരം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങിയത് തന്നെ കേട്ടോ അന്ന്. അത് കഴിഞ്ഞ് നേരത്തെ എണീറ്റു. പിന്നെ തന്ന ട്രിപ്പ് പ്ലാൻ ആക്കണമല്ലോ. അപ്പം നേരത്തെ എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ വേണ്ടി വരുമോ. അന്നക്കുട്ടി എണീറ്റുള്ളൂ, അവളെ പൊക്കിക്കൊണ്ട് വരുന്നത് അത്.
ഫോർട്ട് മക്യൂറി. നമ്മൾ ഇന്നലെ ഇവിടെ എത്തി. അതിൻ്റെ വിശേഷങ്ങളും ഷോർട്സും എല്ലാം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ലേറ്റ് നൈറ്റായി ഇവിടെ എത്തിയപ്പം. അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞ് ചേട്ടന് ഡ്യൂട്ടി ആയിരുന്നു. ചേച്ചിയുടെ ഒപ്പം ഒത്തിരി നേരം വർത്താനം പറഞ്ഞിരുന്നു. 2 മണിയെങ്ങാണ്ടായി ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ. കഥകളും വിശേഷങ്ങളും മെമ്മറീസും ഒക്കെ പറഞ്ഞിരുന്ന് ഇന്നിപ്പം ഞങ്ങൾ മെല്ലെ എഴുന്നേറ്റു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഇപ്പം എങ്ങോട്ടാട്ടാ പോകുന്നത്? കോലാട് എന്തോ ഒരു പാർക്കോ എന്തോ സംതിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ മെയിനായിട്ട് ബീച്ചസ് ആണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ ബീച്ചിലും ജസ്റ്റ് ഒന്ന് പോവും. പിന്നെ പാർക്ക് അവിടെ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും പോയിട്ട് നമ്മളിന്ന് വരും. അപ്പം അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഹലോ, അപ്പം നമ്മളിത് കോല പാർക്കിലെത്തി. കോല പാർക്കിൽ നമ്മുടെ കാഴ്ചകൾ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി നല്ലൊരു ഏരിയ ഉണ്ട്. അതിന് ടിക്കറ്റ് വേണമെന്ന് നോക്കാൻ വേണ്ടി ചേച്ചി പോകുന്നുണ്ട്. കാണിച്ചു തരാം. നല്ലൊരു ഏരിയ, പിള്ളേർക്ക് കളിക്കാൻ പറ്റുന്ന ഏരിയാസ് ഒത്തിരി ഉണ്ട്. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ.
അങ്ങനെ ഞങ്ങൾ കോല പാർക്കിലുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ കളിക്കുക. അപ്പോൾ നമുക്ക് പ്രായഭേദമന്യേ നമുക്ക് കളിക്കാമെന്നുള്ളത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ ചാടിക്കേറി. ഞാനാണെങ്കിൽ അന്നക്കുട്ടീനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നു, റാണി ചേച്ചി അല്ലാണ്ട് നടക്കുന്നു. പേടിയായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. പിന്നെ അങ്ങ് ഒരു ഫണ്ണാക്കി എടുത്തു, നമ്മൾ എൻജോയ് ചെയ്തു നന്നായിട്ട് അവിടെ. അങ്ങനെ അവിടുത്തെ അടിപൊളി കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ
ബീച്ച് വൈബിലേക്ക് പോയി. ലേറ്റായി പോയി, നമുക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. പക്ഷേ അവിടുത്തെ ആ ഒരു സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ബീച്ച് വൈബ്സ് കുറച്ച് നേരം നമുക്ക് കാണാം.